കോഴിക്കോട് നിന്ന് വടകരയിൽ നിന്ന് കാറിടിച്ച് നമ്മുടെ 9 വയസ്സുകാരി അബോധാവസ്ഥയിലായ സംഭവം ഉണ്ടല്ലോ. പ്രതി ഷെജിലിന് ജാമ്യം ലഭിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. മിഥില ബാലനാണ് ചേരുന്നത് വിവരങ്ങളുമായി. മിഥില, ഈ ജാമ്യം നൽകിയത് ഏതെല്ലാം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? എന്താണ് പ്രതിഭാഗം വക്കീല് വാദിച്ചത്? നമുക്കറിയാം, അന്ന് വന്നിറങ്ങുമ്പോൾ വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ പറഞ്ഞത് ഭയന്നിട്ടാണ് നാട് വിട്ടത് എന്നാണ്. പക്ഷെ ഗുരുതരമായ ഒരു തെറ്റാണ് ചെയ്തത്. സ്മിത, അല്പസമയം മുമ്പാണ് ഈ പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് കോടതിയായിരുന്നു ഈ കേസ് പരിഗണിക്കുകയും ഇപ്പോൾ ജാമ്യം നൽകുകയും ചെയ്തത്. ഈ ഷെജിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെജിലിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇതിൽ കുറ്റബോധമുണ്ടോ, ആ കുഞ്ഞിനെ പോയി കാണുമോ? കാരണം ഇന്നലെ നമുക്കറിയാം, ആ അമ്മയുടെ പ്രതികരണം തേടിയ സമയത്ത് അമ്മ പറഞ്ഞത് ഒരിക്കലെങ്കിലും തൻ്റെ കുട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി ഒന്ന് അന്വേഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് വന്ന് കാണാമായിരുന്നു എന്ന ഒരു കാര്യം ആ അമ്മ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കാര്യം വെച്ചാണ് നമ്മൾ അവരോട് ഷെജിലിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ആ കുഞ്ഞിനെ കാണുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കുറ്റബോധം ഇക്കാര്യത്തിലുണ്ടോ എന്നത്. എന്നാൽ അതിന് ഷെജിൽ മറുപടി നൽകിയത് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ്. ഇനി ഈ കേസിലേക്ക് വരികയാണെങ്കിൽ, ഈ ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റം തന്നെയാണ് ഈ കാർ ഇടിച്ച് നിർത്താതെ പോയ ഈ ഒരു കേസിലുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് റൂറൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, മറ്റൊന്ന് നാദാപുരം പോലീസ് അന്വേഷിക്കുന്നു. നാദാപുരം പോലീസ് അന്വേഷിക്കുന്ന കേസിലായിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വ്യാജരേഖകൾ ചമച്ച് 36,000-ഓളം രൂപ ഇൻഷുറൻസ് തുക തട്ടിയ കേസിലായിരുന്നു. അതിൽ മുൻകൂർ ജാമ്യം ഷെജിൽ നേടിയിട്ടുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ കാർ ഇടിച്ച് നിർത്താതെ പോയി കുഞ്ഞ് അബോധാവസ്ഥയിൽ 9 വയസ്സുകാരി അബോധാവസ്ഥയിലായി എന്ന ഒരു കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ ആയിരുന്നു ഈ കേസിൽ അറസ്റ്റ് ഉണ്ടായിരുന്നത്. രാവിലെ കോയമ്പത്തൂരിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നീട് വടകര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് നമുക്കറിയാം, 9 മാസത്തിന് ശേഷമായിരുന്നു ഈ ഇടിച്ച കാറിനെ പറ്റിയോ അല്ലെങ്കിൽ ആരാണ് ഈ കാർ ഓടിച്ചത് എന്നത് പറ്റിയോ എല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിന് ഒരു വ്യക്തത വന്നത്. ആ ഒരു വ്യക്തത വരാൻ കാരണം തന്നെ ഈ ഇൻഷുറൻസ് വ്യാജരേഖ ചമച്ച്, അതായത് കാറിന് ഇൻഷുറൻസ് നേടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എന്നത് കാറിലുണ്ടായ പരുക്ക് അല്ലെങ്കിൽ കാറിലുണ്ടായ പോറൽ മതിലിൽ ഇടിച്ചാണ് പറ്റിയത് എന്ന രീതിയിലുള്ള വ്യാജ ചിത്രം അല്ലെങ്കിൽ വ്യാജ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു ഇത്തരത്തിൽ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് തോന്നിയ ഒരു സംശയമാണ് ഇത്തരത്തിൽ ആരാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത്, എന്താണ് ഈ വാഹനത്തിൽ സംഭവിച്ചത്, അത്തരം കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണ സംഘം എത്തുകയും ഈ ഒരു സംഭവം വടകര ചോറോട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17-നുണ്ടായ ഈ ഒരു സംഭവം, മുത്തശ്ശി മരിക്കുകയും ഈ 9 വയസ്സുകാരി കോമ സ്റ്റേജിലാവുകയും ചെയ്ത ആ സംഭവത്തിലെ പ്രതിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. തുടർന്നാണ് നമ്മൾ ആ പ്രതി വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ആ കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഈ ആഴ്ച തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് റൂറൽ അറിയിച്ചിട്ടുള്ളത്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.